നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വ്യാഴത്തിന്റെ ദശാകാലാണ് നമ്മൾ പറയുന്നത്. വ്യാഴദശാകാലം 16 വർഷമുണ്ട്. അപ്പൊ വ്യാഴം സർവ്വ ഈശ്വര കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്. അപ്പോൾ ഒരു പ്രശ്നം ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേതാണ് ഈശ്വരാധീനം വന്നോ എന്നാണ് ചിന്തിക്കുക. അപ്പോൾ അവിടെ സർവ്വ ഈശ്വര കാരകത്വം നമുക്ക് വ്യാഴത്തിനാണുള്ളത്. ഇത് 16 വർഷക്കാലാണ് ഒരു ഗ്രഹം അതിന്റെ കാലാവധി. അപ്പൊ ഈ വ്യാഴത്തിലാണ് നമുക്ക് കൂടുതൽ ചിലപ്പോൾ അമ്പലങ്ങള് ദർശനം കൂടും, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ എവിടെ പോയാലും നമുക്കൊരു നല്ലൊരു മാനങ്ങൾ ലഭിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ഒരു സമയമാണ് വ്യാഴദശ. അപ്പൊ ഈ വ്യാഴദശ വ്യാഴം തന്നെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനും മകരത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനും വ്യത്യസ്ത ഗുണങ്ങളാണ് നമുക്ക് വരിക. അതുപോലെ വ്യാഴം ചന്ദ്രനോട് കൂടി നിൽക്കുമ്പോൾ രാജയോഗമാണ് കിട്ടുക. അപ്പൊ അതുപോലെ അതാണ് ഓരോ ഗ്രഹങ്ങൾക്കും അതാത് പറഞ്ഞിട്ടുള്ള സ്ഥാനമാനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ വ്യാഴത്തിന്റെ സ്വന്തം ക്ഷേത്രമായിട്ടുള്ളത് ധനുവിലാണോ മീനത്തിലാണോ അതേ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണോ, അതൊക്കെ നോക്കിയിട്ടാണ് വ്യാഴത്തിന്റെ ഫലം നമുക്ക് പറയാം. അതേപോലെ നല്ല വായനാശീലം ഉണ്ടാവും. ടീച്ചിങ് പ്രൊഫഷനിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് വ്യാഴദശാകാലം. അപ്പൊ വ്യാഴത്തിന്റെ സ്വാപഹാരകാലം, പിന്നെ അത് കഴിഞ്ഞാൽ ശനിയുടെ അപഹാരകാലം, അതൊക്കെ നല്ലതാണ്. ശനിയുടെ അപഹാര കാലഘട്ടത്തിലൊക്കെ ഏറ്റവും നല്ല അനുഗ്രഹ ഫലങ്ങളാണ് വ്യാഴം നമുക്ക് തരുന്നത്. പിന്നെ ഇതിൽ 16 കൊല്ലമുണ്ട്. അതില് ഹാഫ് ടൈം തന്നെയാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. സഹസ്രനാമം ചൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലതാണ്. നമ്മൾ രാവിലെ അതൊരു ചിട്ടയായിട്ട് ഒരു ദിവസം ചൊല്ലി അല്ലെങ്കിൽ ഒരാഴ്ച ചൊല്ലി എന്ന് പറഞ്ഞിട്ടല്ല, നമുക്ക് പറ്റുന്നത്. അതിലിപ്പോ 100 നാമങ്ങൾ മാത്രമേ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ 11 നാമങ്ങളെ പറ്റുന്നുള്ളൂ എന്ന് വെച്ചാൽ അത് കറക്റ്റ് ആക്കുക. അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണം അവിടെ. ആ അനുഗ്രഹ ദശ വ്യാഴദശയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ തോന്നിയോണം ആണ് എന്ന് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ ആ അനുഗ്രഹം നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് എടുക്കാനും നമുക്കൊരു തിരിച്ചറിവുകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ദശാകാലാണ് ഈ രാഹു കഴിഞ്ഞിട്ട്. രാഹുവില് കുറെ ബുദ്ധിമുട്ടുകളും നമ്മൾ കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച് അതിന്റെ തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ് വ്യാഴദശ. അപ്പൊ ആ തിരിച്ചറിവിലൂടെ നമ്മൾ ഒരു 16 വർഷം നമ്മൾ പോയാലേ അത്രയും നാള് നമ്മൾ ബുദ്ധിമുട്ടിയ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് വ്യാഴം നമുക്ക് മുന്നിലേക്ക് വരാനായിട്ട് ഒരു വഴി കാണിച്ചു തരും. അപ്പൊ ഏറ്റവും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിലോ പോവാ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ സഹസ്രനാമം വീട്ടില് ഇപ്പൊ എന്നും എല്ലാ ക്ഷേത്രത്തിലും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വീട്ടിൽ ഇരുന്ന് സഹസ്രനാമം ചൊല്ലുക. എന്തായാലും ദൈവികമായിട്ട് നമുക്ക് ഒരു സ്മരണ എന്തായാലും ഈ വ്യാഴദശാകാലത്ത് ഉണ്ടായിരിക്കും. അത് എല്ലാവർക്കും ഉണ്ടാവും. വ്യാഴം 12-ൽ നിന്നാലും വ്യാഴം 6-ൽ നിന്നാലും സാമ്പത്തികമായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മൾ തിരിച്ചറിയില്ല. ആ വ്യാഴദശയിലൊക്കെ നമുക്ക് രോഗങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അഷ്ടമത്തിലൊക്കെയാണ് വ്യാഴം നിൽച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഭാവങ്ങൾ നമ്മുടെ ആവശ്യാനുസരണങ്ങൾക്ക് നമുക്ക് വരും, പക്ഷെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും, നമുക്ക് തടസ്സങ്ങളെ ഉണ്ടാക്കും. ഈ ഗ്രഹങ്ങളിലെ ഇപ്പോ വ്യാഴത്തിന്റെ അപഹാരം, ശനിയുടെ അപഹാരം, ബുധന്റെ അപഹാരം, കേതുവിന്റെ അപഹാരങ്ങളൊക്കെ നമുക്ക് ഇത്തിരി ദോഷങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഈ 9 ഗ്രഹങ്ങളും വട്ടം തിരിഞ്ഞ് നമുക്ക് അവിടെ എത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴദശ എല്ലാവർക്കും ഇത്തിരി നല്ലൊരു ദശാകാലമായിട്ടാണ്. പക്ഷെ സാമ്പത്തികം വളരെയധികം നോക്കണം. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഈശ്വരാധീനം ഉണ്ടാവാനായിട്ട് സഹസ്രനാമം എന്നും ചൊല്ലുക. വ്യാഴദശയാണെങ്കിലും സഹസ്രനാമമൊക്കെ നമുക്ക് എന്നും ചൊല്ലുന്നത് ഏറ്റവും നല്ലതായിരിക്കും.